നമസ്കാരം, ഞാൻ ഷിനു സൂര്യനാരായണൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പൊട്ടറ്റോ ചിപ്സാണ്. 4 മണിക്ക് 4 മണി ഇപ്പം എന്തായാലും ലോക്ക്ഡൗൺ പീരീഡാണ്, പക്ഷേ സ്കൂളൊന്നുമില്ല. പക്ഷേ സ്കൂൾ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റുന്ന പൊട്ടറ്റോ ചിപ്സാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്നാമത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് എന്തായാലും ഹെൽത്തി ഫുഡുകളായിരിക്കും. നമ്മുടെ എണ്ണ, പുറത്തുനിന്നുള്ള എണ്ണകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ ഇഷ്ടം പോലുള്ള നമ്മുടെ എണ്ണ, നമ്മുടെ സാധനം, നമ്മുടെ പൊട്ടറ്റോസ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. വെറും ചെറിയ സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ കാണുക, ഇതിൻ്റെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാവരും കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എങ്ങനെ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓക്കെ, അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4-5 പൊട്ടറ്റോസാണ്. നമ്മളതിനെ നന്നായിട്ട് പീൽ ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ കളയുക. തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഒന്നില്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ചെറിയ ഇതായിട്ട് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ബനാന ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന ഇതിലോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സ്ലൈസർ, അങ്ങനെയുള്ള സ്ലൈസർ ഉണ്ടെങ്കിൽ സ്ലൈസ് ചെയ്ത് ചെറുതായി, ഭയങ്കര തിന്നായിരിക്കണം അതിൻ്റെ, നമ്മൾ സ്ലൈസ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ തിന്നായിരിക്കണം അത് വേണ്ടത്. എന്നിട്ട് ഈ സ്ലൈസ് ചെയ്ത സംഭവം വെള്ളത്തിലിട്ട് വെക്കണം. 5 മിനിറ്റ് വെള്ളത്തിൽ ഇരിക്കട്ടെ. വെള്ളം മാറ്റി നന്നായി കഴുകിയെടുക്കുക. നല്ലൊരു ക്ലോത്തിലേക്കോ അല്ലെങ്കിൽ നല്ല ടിഷ്യൂ പേപ്പറിലേക്കോ മാറ്റുക. അതെന്താ വെച്ചാൽ ഈ പൊട്ടറ്റോസിൽ നമ്മൾ വരുന്ന വെള്ളം നമ്മൾക്ക് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അത് എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എണ്ണ ചൂടാവാൻ വെക്കുക. എണ്ണ ചൂടാവാൻ വെച്ചതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് എടുത്ത് നമ്മൾ വെള്ളത്തിൽ കുറച്ച് കലക്കി വയ്ക്കുക. കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചാൽ മതി. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഈ പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഈ നമ്മൾ കലക്കി വെച്ച ഉപ്പ് വെള്ളം കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്താ വെച്ചാൽ നമുക്ക് ഈ പൊട്ടറ്റോസിൽ ഉപ്പ് പിടിക്കാൻ കുറച്ച് നന്നായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം കഴിഞ്ഞ ശേഷം, വറുത്ത് കോരിയതിന് ശേഷം ഉപ്പും ഇതും കൂടി ഇട്ടുമ്പോൾ കറക്റ്റായിട്ട് വരാവുന്നതാണ്. നമ്മൾക്ക് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ എല്ലാം വറുത്തെടുക്കുക. ഇങ്ങനെ ഇതേപോലെ വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾക്കിനി അടുത്തതായിട്ട് 1/2 സ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ കലത്തുക. ഒരു ചല്ലടി എടുത്തിട്ട് അതിലേക്ക് നമ്മളിതിട്ടിട്ട് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവിടെയും കറക്റ്റ് ഫ്രീക്വൻ്റായിട്ട് എല്ലാവിടെയും നമ്മളിതിലേക്ക് വീഴും. അത് നമ്മൾ സ്പൂൺ കൊണ്ട് ഇട്ടു എന്ന് വെച്ചാൽ എല്ലാവിടെയും അങ്ങനെ കറക്റ്റായി വീഴില്ല. ചല്ലടിയിലൂടെ തട്ടുന്ന സമയത്ത് കറക്റ്റായിട്ട് എല്ലാ പൊട്ടറ്റോസിലും മേലിലും വീഴുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എത്ര നേരം അടുക്കളയിൽ നിന്ന് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അതാണ് ജസ്റ്റ് ഒന്ന് പുറത്ത് വന്നിട്ട് ബാഗ് പറയാമെന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് തയ്യാറായിരിക്കുകയാണ്. സംഭവം തന്നെ കഴിച്ചു നോക്കട്ടെ. അടിപൊളിയുണ്ട് കേട്ടോ, സംഭവം സക്സസ്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായ കാര്യമാണ്. നമ്മുടെ വീഡിയോസിലെല്ലാം സിമ്പിളായിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തരുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മൾ വേറെ എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ അപ്ഡേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ ഞാൻ നിങ്ങളുടെ ഷിനു സൂര്യനാരായണൻ, സൈനിങ് ഓഫ്.